ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ്. അപ്പോൾ ഈ വീഡിയോ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് നാളെ ആയിരിക്കും കേട്ടോ, മൂന്നാമത്തെ നോമ്പിനായിരിക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഇക്കാക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇക്ക രാവിലെ പോയി, ഇന്നിപ്പോൾ രാവിലെയാണ് വന്നത്. പിന്നെ എനിക്ക് ഇന്നലെ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ എല്ലാ നോമ്പിനും ആദ്യത്തെ നോമ്പിന് എനിക്ക് നല്ല തലവേദനയായിരിക്കും, മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നാകുമ്പോൾ ഇക്ക ഉള്ളത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. വലിയ സ്പെഷ്യലൊന്നുമല്ല, ചെറിയ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. ഞാൻ മാത്രമാണെങ്കിൽ അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ സ്പെഷ്യലൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉള്ളി സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കും. ക്ലീൻ ചെയ്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ വൈകുന്നേരം ധൃതി പിടിച്ച് ചെയ്യേണ്ട വരില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഉള്ളിയും സവാളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച ശേഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു. എങ്കിൽ അത് കറി വയ്ക്കാം, കുറച്ച് പണി തീർത്ത് വയ്ക്കാമെന്ന് ഓർത്ത് ഞാൻ അടുക്കളയിലോട്ട് വന്നതാണ്. പത്തിരി ഇറച്ചിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് പണിയൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കും. പിന്നെ ഒരു 4 മണിക്ക് ശേഷമാണ് അടുത്ത പത്തിരിയൊക്കെ ചൂടാനായിട്ട് നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറി വെക്കാന്ന് വിചാരിച്ചു. മക്കൾക്ക് ഇവിടെ ചോറ് കൊടുത്തിട്ടുണ്ട്. മക്കൾ തന്നെയാണ് കഴിക്കുന്നത് നോമ്പായപ്പോൾ. പയറുതോരനും കൂടെ കൂട്ടി കഴിക്കുക. മുഴുവൻ കഴിക്കണം കേട്ടോ. ഇറച്ചി കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇറച്ചി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ പകുതിയാണ് കറി വെച്ചോളൂ, പകുതിയൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചെടുത്തേക്കുന്നതാണ്. ഇറച്ചിക്കറി ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് 1/2 കിലോ ഇറച്ചിയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 സവാള, അതുപോലെ 2 പച്ചമുളക്, ഇഞ്ചി അതൊക്കെ വഴറ്റാനായിട്ട് കുക്കറിൽ ഇട്ടേക്കുന്നതാണ്. ഇത് കുറച്ച് റവയാണ്. ആ സമയത്ത് കുറച്ച് റവ വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു, വൈകിട്ടത്തേക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ചാറായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി കൂടുതലിടും കേട്ടോ. പിന്നെ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കും കേട്ടോ. പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം കിഴങ്ങിടുന്നുണ്ട്. പത്തിരിക്കുള്ള ചാറായതുകൊണ്ട് എനിക്ക് കിഴങ്ങിടുന്നത് ഇഷ്ടമാണ്. പിന്നെ അത് തന്നെയല്ല, കിഴങ്ങിടുവാണെങ്കിൽ ചാറ് കുറച്ച് കൂടുതലുണ്ടാവും. പിന്നെ ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ടുള്ള പാല് ഞാൻ വച്ചേക്കുന്നതാണ്. ആദ്യം കസ്റ്റേർഡ് തയ്യാറാക്കണം. അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ഈ പാല് തിളപ്പിക്കേണ്ടത്. 1 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3-4 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഇറച്ചി കുക്കറിലാക്കി വിസിലടിക്കാനായിട്ട് വെച്ചു. പിന്നെ റവ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വാങ്ങി വെക്കണം കേട്ടോ, എന്നാലാണ് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരൂടെ ഇത് തിക്കാവും. ഇനി ഇത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. അതുപോലെ തന്നെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ടുള്ള മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് പാത്രം കഴുകി വയ്ക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴുകി വയ്ക്കണം. അങ്ങനെ പാത്രം കഴുകലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചിയും വെന്തു. മക്കൾ മുറ്റത്താണ്, അവരെന്തെടുക്കുമെന്ന് നോക്കാം. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിലെ നോമ്പ് തുറക്കാനുള്ള അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണ എന്നും ഇങ്ങനെയാണ്, കുറച്ച് ഞാൻ ചെയ്തു വയ്ക്കും. അതാകുമ്പോൾ പിന്നെ വൈകുന്നേരം കിടന്ന് ധൃതി പിടിച്ച് ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമില്ല, പക്ഷെ നോമ്പിൻ്റെ സമയത്ത് കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടി തുടങ്ങുമ്പോൾ കാണാം. ഹലോ,
കിടക്കാൻ വന്നിട്ടുണ്ടോ? വാ, തന്നെ ഇവിടെ ഇരിക്കണ്ടേ, വാ അകത്ത് വന്നിരിക്കുക. ഇതേ വലിയ മഴ വരുന്നുണ്ട് കേട്ടോ. വാ, ഇടി വെട്ടുന്നപ്പോ. എന്നാ പോന്നേ? ഇത് എന്നെ കാണിച്ച് ഈ നിക്കറിട്ടേക്കണേ. ബനിയെ പുറത്തെടുത്തിട്ടേ. എന്നെ സപ്പു വന്നേ, എന്നെ സപ്പു പോന്നേ വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആദ്യം മഴ പെയ്യും വരാൻ പറഞ്ഞിട്ട് വരാഞ്ഞ. വാ ആലി, വാ വെച്ചേ. അങ്ങനെ കുറച്ചു നേരത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. 3:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടാനായിട്ട് വെള്ളം വച്ചിട്ടുണ്ട്. ഇറച്ചിക്കറി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അടുപ്പത്ത് വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട്, ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലാണ് പൊടി എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. പത്തിരിയുടെ പൊടി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പശുവും പാലാണ് വച്ചേക്കുന്നത്. സാധാരണ തേങ്ങാപ്പാലിലും ഉണ്ടാക്കും. ഞാനിതിപ്പോൾ എളുപ്പത്തിന് പശുവും പാലിലും ഉണ്ടാക്കിയെന്നുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ബജിക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് കടലമാവ്, ഒരു നുള്ള് സോഡാപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല. ഞാൻ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ടയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ പൊടികളുടെ അളവ് കൂട്ടുക. സോഡാപ്പൊടി 1 നുള്ളാണ് കേട്ടോ എപ്പോഴാണെങ്കിലും ഇടാവുള്ളൂ, വളരെ കുറവ്. ഇതെല്ലാം കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വയ്ക്കുക കേട്ടോ. 2 മണിക്കൂറെങ്കിലും വെച്ചാലാണ് നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ആ ബജിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ബജിയുടെ ബാറ്റർ റെഡിയാക്കുന്ന സമയം കൊണ്ട് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് ഇളക്കി കൊടുക്കുക, കട്ട കെട്ടാതിരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2-3 ഏലക്ക. തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ് നെയ്യിൽ വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മുട്ട ബജിക്കുള്ള ബാറ്ററാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പത്തിരിയുടെ പൊടി കുറച്ചുകൂടി ചൂടാറാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചിരണ്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. പാൽ ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നില്ല, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് പാലെടുക്കുന്നുള്ളൂ. ചിലപ്പോൾ പുളിരസം വരും, അതുകൊണ്ടാണ്. അപ്പോൾ മിക്സിയിലേക്കിട്ട് അതവിടെ മാറ്റി വയ്ക്കാം.
കപ്പു ഉറങ്ങി എണീറ്റോ? വിശക്കണുണ്ടോ? ഇല്ലടാ. അങ്ങനെ പത്തിരി റെഡിയായി, തേങ്ങാപ്പാൽ റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യാണെങ്കിലും മതി. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില മൂപ്പിച്ച് ഇറച്ചിക്കറിയിലും തേങ്ങാപ്പാലിലും ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ ഇറച്ചിക്കറിയിലും തേങ്ങാപ്പാലിലും ഉള്ളി കൂടി മൂപ്പിച്ചൊഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷേ ഇക്കാക്ക് ഇവിടെ ഉള്ളി മൂപ്പിച്ചൊഴിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില മാത്രം ആക്കിയത്. അങ്ങനെ പത്തിരിയും ഇറച്ചിക്കറിയും തേങ്ങാപ്പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട ബജി ഉണ്ടാക്കണം. പിന്നെ ഈന്തപ്പഴം കൊണ്ട് ഞാൻ ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ എന്താ, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രൂട്ട് സലാഡിനുള്ള കസ്റ്റേർഡ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. ഇനി ഒരു 5:30 ആകുമ്പോൾ വീണ്ടും അടുക്കളയിൽ കയറിയാൽ മതി. അപ്പോൾ ഇച്ചിരി നേരം ഞങ്ങളിവിടെ വിശ്രമിക്കട്ടെ കേട്ടോ. എന്നാതെ നാളെ വന്നോതേ. പിന്നെ ഉമ്മയും പിള്ളേരും കാണിച്ചു കൊടുത്തു. ഉമ്മി ഹായ് കൊടുത്തേവേ. സപ്പൂര് ഹായ് കൊടുത്തേവേ. അല്ലാ, ഇവിടെ ഇരിക്കുക ഓടില്ലേ. ഇനി കടയിൽ പോയി ഈന്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം എനിക്ക് ആ സംഭവം ഉണ്ടാക്കാൻ. അതിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. എനിക്ക് പറ്റൂല. കുഞ്ഞു വാങ്ങിച്ചോണ്ട് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് ഇക്ക പിന്നെ വിളിച്ചപ്പോ ഞങ്ങളും പോയി കട കൂടെ. ഇത് നമ്മുടെ ആസിഫലിയുടെ വീടാട്ടോ. അപ്പൊ ആസിഫലിയുടെ വീടിന്റെ മുമ്പിലൂടെയാണ് ഞങ്ങൾ സ്ഥിരം പാസ് ചെയ്യുന്നത് ടൗണിൽ പോകുമ്പോൾ. ആസിഫലിയുടെ വീട് കാണിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുപ്പിക്കുവേ. അങ്ങനെ ടൗണിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. ഇത്തിരി വൈകിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഈന്തപ്പഴം ഞാൻ കഴുകി അതിലെ കുരു എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് ഞാൻ വേഗം തന്നെ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് മൈദ, ലേശം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈന്തപ്പഴം ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ അങ്ങനെ ശരിക്കും ചൂടായില്ലായിരുന്നു, എന്നാലും ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈന്തപ്പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്വന്തം ഒരു പേരിട്ടതാട്ടെ ഈന്തപ്പഴം നിറച്ചതെന്ന്. കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ബാക്കി എണ്ണയിലേക്ക് നമുക്ക് മുട്ട ബജി വറുത്തെടുക്കാം. അപ്പോൾ കാടമുട്ട ബജിയും ഈന്തപ്പഴം നിറച്ചതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. ഇച്ചിരി താമസിച്ച് പോയായിരുന്നു. എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സാധാരണ ഞാനൊരു 6 മണിയാകുമ്പോഴേക്കും അടുക്കളയിലെ പണിയൊക്കെ തീർത്ത്, മാക്സിമം പോയാൽ 6:15 ആകുമ്പോഴേക്കും പണിയൊക്കെ തീർത്ത് പുറത്ത് വന്നിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി താമസിച്ച് പോയാനൊക്കെ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ടുള്ള കസ്റ്റേർഡാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ബൗൾ വാനില ഐസ്ക്രീമും കൂടെയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മാമ്പഴം, ആപ്പിള്, ചെറുപഴം, ചെറി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. കസ്റ്റേർഡിന് ഏറ്റവും ടേസ്റ്റുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ. മുന്തിരി, ഓറഞ്ച്, അതുപോലെ മാതളം ഇതൊന്നും ഞാൻ ചേർക്കാറില്ല. ടേസ്റ്റ് ഏറ്റവും കൂടുതൽ മാമ്പഴത്തിനാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് വിളിച്ചു. ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ കഴിക്കും. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പത്തിരി ഇറച്ചിയും കഴിക്കുന്നത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്നും കഴിക്കില്ല.
കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.